നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഖാദി തൊഴിലാളികൾ കണ്ണൂർ ഖാദി പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ സൂചനാ സമരം നടത്തി. ഖാദി വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം CITU ജില്ലാ ജനറൽ സെക്രട്ടറി K. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. നിയമാനുസൃത മിനിമം കൂലി കുടിശ്ശികയില്ലാതെ യഥാസമയം നൽകുക, തൊഴിൽ സ്തംഭനം ഒഴിവാക്കി മുഴുവൻ പ്രവൃത്തി ദിവസങ്ങളിലും തൊഴിൽ ഉറപ്പുവരുത്തുക, ഉൽപാദനത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുക, കാലപ്പഴക്കം ചെന്ന തറികൾ ചർക്കകൾ മാറ്റിസ്ഥാപിക്കുക, തൊഴിലിടങ്ങളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഖാദി വ്യവസായത്തെ സംരക്ഷിക്കാൻ ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നടപടി സ്വീകരിക്കാതെ പരിരക്ഷയില്ലാതെ ഈ വ്യവസായത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു ഭാഗത്ത് ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ റിബേറ്റ് നൽകിയിട്ട് ഉണ്ടായിരുന്നു. ആ റിബേറ്റ് അവസരത്തിലാണ് ഖാദി ഉൽപ്പന്നങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മാർക്കറ്റിനകത്ത് വിറ്റഴിച്ചത്. എന്തുകൊണ്ടാണ് റിബേറ്റ്, എന്തുകൊണ്ടാണ് സഹായം, എന്തുകൊണ്ടാണ് ഈ മേഖലക്കകത്ത് സബ്സിഡി കൊടുക്കാൻ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചത്? വേറെ ഒരു തർക്കമില്ല, ആമയും മുയലും തമ്മിലുള്ള മത്സരമാണ്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് O. കാർത്തിയായനി അധ്യക്ഷത വഹിച്ചു. ഖാദി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി K. ധനഞ്ജയൻ, VK സുഗതൻ, PV ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. C. സതി, K. ബിന്ദു, K. ശോഭ, C. യമുന, M. കുഞ്ഞമ്പു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.